ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എനിക്ക് തന്ന വിഷയം സമാധാനം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ദൈവത്തിൻ്റെ അതിശക്തമായ ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിലെ അനിശ്ചിതത്വത്തിനിടയിൽ സമാധാനവും സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലോകം നൽകുന്ന സമാധാനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ദൈവം നമുക്ക് നൽകുന്ന സമാധാനം. മനുഷ്യബുദ്ധിയാൽ അതിനെ പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കാനാവില്ല. എങ്കിലും നിരാശയിലും അശാന്തിയിലും ഉള്ളുന്ന മനസ്സിന് ആഴത്തിലുള്ള ശാന്തിയും ആനന്ദവും നൽകുന്നു. ഈ സമാധാനം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും സംരക്ഷണം നൽകുകയും ഭയം, ആശങ്ക, സംശയം എന്നിവയെ ആട്ടിയകറ്റുകയും ചെയ്യുന്നു. എല്ലാത്തിനുമുപരി ഈ സമാധാനത്തിൻ്റെ ഉറവിടം യേശുക്രിസ്തുവാണ്. അവനോടുള്ള നമ്മുടെ ആത്മബന്ധത്തിലൂടെ ഈ സമാധാനം നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ സഹന സമയങ്ങളിൽ നമുക്ക് സ്വാന്തനവും ശാന്തിയും അനുഭവിക്കാനാവും. നമുക്ക് ദൈവത്തിൻ്റെ സമാധാനം മറ്റുള്ളവരുമായി പങ്കിടേണ്ട കടമ നമുക്കുണ്ട്. അനുകമ്പയുള്ള വാക്കുകളിലൂടെയും ദയാപൂർവമായ പ്രവൃത്തികളിലൂടെയും ഇവ നമുക്ക് അനുവർത്തിക്കാനാവും. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടാതെ അവനോട് കൃതജ്ഞതയുള്ള മനസ്സോടെ ജീവിക്കാം. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നിറയ്ക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.